അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഫാഷൻ ഫ്രൂട്ട് കൊണ്ട് ഒരു സ്ക്വാഷ് ഉണ്ടാക്കാനാണ്. നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കുടിക്കാനും തിന്നാനൊക്കെ തോന്നും. അപ്പോൾ ഉള്ള ഒരു സൂപ്പർ ഐറ്റമാണ് ഇത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. നമുക്കപ്പോൾ ഫാഷൻ ഫ്രൂട്ട് എടുത്തിട്ട് നടുവേ നന്നായിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ പൾപ്പ് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ പൾപ്പ് ഈ പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഫോർക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് സംഭവം പോരും. അപ്പോൾ ഇതിങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് സംഭവം കയ്യിൽ പോരും. ഞാനിവിടെ 10 ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല മധുരമുള്ള ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. ഇതിന് റെഡ് ആപ്പിൾ എന്ന് ചില സ്ഥലത്ത് പറയുന്നുണ്ട്. ഇതിന് നല്ല മധുരമാണ് കേട്ടോ. അതല്ലാണ്ട് ഇപ്പോൾ മഞ്ഞ കളറിലും ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്, പക്ഷേ ഇതിന് ഭയങ്കര പുളിയാണ്. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഇതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ കളറിന് തന്നെ നല്ല ചേഞ്ച് ഉണ്ട്. ഒരു ഓറഞ്ചിഷ് യെല്ലോ ആണ്. അപ്പം നമ്മൾ പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് സ്ക്വാഷ് ഉണ്ടാക്കാം. ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എത്ര പൾപ്പ് എടുത്തിരിക്കുന്നു അതിൻ്റെ ഇരട്ടി പഞ്ചസാര എടുക്കണം. വെള്ളത്തിൻ്റെ ലെവൽ ഇത് എത്ര പൾപ്പാണോ അത്രയും ആ ഒരു ലെവലിൽ തന്നെ വെള്ളം എടുക്കണം. ഇപ്പോൾ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കപ്പിൽ അളന്നെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 2 കപ്പ് പൾപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 കപ്പ് പഞ്ചസാര എടുക്കണം, 2 കപ്പ് വെള്ളവും. അപ്പോൾ 4 കപ്പ് പഞ്ചസാര ഇടുന്നത് കണ്ടിട്ട് ആരും പേടിക്കണ്ട. നമ്മൾ സ്ക്വാഷാണല്ലോ ഉണ്ടാക്കുന്നത്. വെള്ളം ചേർത്തിട്ട് നമുക്ക് കുടിക്കുമ്പോൾ അപ്പോൾ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് റെഡിയാക്കി എടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ തിളപ്പിച്ചിട്ട് നമുക്കത് ഓഫ് ചെയ്യാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്രിസർവേറ്ററായിട്ട് നാരങ്ങ നീരാണ് യൂസ് ചെയ്യുന്നത്. സ്ക്വാഷ് ചെയ്തുകൊണ്ട് കുറച്ച് നാൾ നമുക്ക് നിൽക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനിക്കൊരു ഇളം ചൂടുണ്ട്. അങ്ങനെ തന്നെ ഒഴിക്കുകയാണ് നല്ലത്, കാരണം നമുക്ക് കുറച്ച് നാൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒഴിക്കാം ഗ്ലാസ്സിലേക്ക്. നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കസ്കസൊക്കെ കിടക്കുന്ന പോലെ മുകളിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതാണ് ഭംഗി. ചിലവർ ഇത് അടിച്ചെടുക്കുന്നുണ്ട്, പക്ഷേ ഇതാണ് രസം കൂടുതലും. അപ്പോൾ എല്ലാവരും വളരെ സിമ്പിളാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.